നമസ്കാരം. സിംഗപ്പൂർ കഥകൾ തുടരുകയാണ്. നമ്മുടെ രജനീഷ് കൂടുതൽ ചിത്രങ്ങൾ അവിടെ നിന്ന് അയച്ചു തരുന്നു. സിംഗപ്പൂരിൻ്റെ ഈസ്റ്റ് കോസ്റ്റ് കടൽ തീരത്ത് നിന്നുകൊണ്ട് അവിടെ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന, ആ വാക്ക് തന്നെയാണ് പറയുന്നത്, ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ കടലിൽ കപ്പലുകൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. ആ കപ്പലുകളുടെ ചിത്രമാണ് രജനീഷ് അവിടെ നിന്ന് പകർത്തുന്നത്. ഒപ്പം ഇതുപോലെ വിഴിഞ്ഞം തുറമുഖവും ഇങ്ങനെ കപ്പലുകൾ കൊണ്ട് നിരന്നു കിടക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. ആ കാഴ്ചകളിലൂടെ നമുക്ക് ഇന്നത്തെ സെയിലിംഗ് കമൻട്രി ആരംഭിക്കാം. സാർ, ഇതാണ് സിംഗപ്പൂർ ഈസ്റ്റ് കോസ്റ്റ്. അതായത് നമ്മുടെ ഷിപ്പൊക്കെ ഇവിടെ വന്നാണ് ഹോൾഡ് ചെയ്യുന്നത്. അതായത് ബെർത്തിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ നിന്നാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ്, അവിടെ സിഗ്നൽ അവിടെ കിട്ടുമ്പോൾ ഇവിടെ മൂവ് ആവും, ഓരോന്നായിട്ട് പോകുന്ന പ്ലേസാണിത്. ഷിപ്പ് ഇങ്ങനെ വന്ന് ക്യൂ നിൽക്കുകയാണ്. ഇവിടെ വിഴിഞ്ഞവും ഇതുപോലെ ആവും. എത്ര ഷിപ്പാണ് സാർ കിടക്കുന്നത്? അടുത്ത റിപ്പോർട്ട് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം പറയുവാൻ നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും പാടുപെടുന്നത് പോലെ നമുക്കും നാവ് വഴങ്ങിക്കിട്ടാത്തൊരു വാക്കുണ്ട്, വിളിസിഞ്ഞൻ. വിഴിഞ്ഞം പോലെ തന്നെ വിളിസിഞ്ഞൻ എന്ന് പറഞ്ഞ് നെതർലൻഡ്സിലെ ഒരു പോർട്ടുണ്ട്. ആ പോർട്ടിൽ അവർ ലേറ്റസ്റ്റായിട്ട് നടത്തുന്ന ചില ഇന്നൊവേഷൻസ്, അതിനെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട്. അതിന് ഡീം എന്ന് പറയുന്ന ഒരു കമ്പനി, അവിടുത്തെ തന്നെയുള്ള കമ്പനിയാണ്. ഡീം എന്ന് പറയുന്ന കമ്പനിയുടെ വെസൽസിന് വേണ്ടിയുള്ള പവർ നൽകുന്നതാണ് കഥ. അത് സ്വിറ്റ്സർലൻഡിലെ ABB എന്ന് പറയുന്ന കമ്പനിക്കാണ് ആ കോൺട്രാക്റ്റ് കിട്ടിയിരിക്കുന്നത്. അവർ വിളിസിഞ്ഞൻ പോർട്ടിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഗിവൺ ദ ഡൈവേഴ്സിറ്റി ഓഫ് ദ ഡീം ഫ്ലീറ്റ്, അവർക്ക് 140ഓളം വർഷത്തെ പഴക്കമുണ്ട് ഈ കമ്പനിക്ക്. ഡീം എന്ന് പറയുന്ന കമ്പനിക്ക് ഡ്രഡ്ജിങ്, റിക്ലമേഷൻ തുടങ്ങിയ മേഖലകളിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഗിവൺ ദ ഡൈവേഴ്സിറ്റി ഓഫ് ദ ഡീം ഫ്ലീറ്റ്, ദിസ് ഈസ് എ കീ റെഫറൻസ് ഫോർ അവർ ഷോർ പവർ ടെക്നോളജി, ഷോയിങ് ദാറ്റ് almost any type of vessel can avoid emissions by connecting to shore power at the quay. ലോകം മുഴുവൻ ഈ എമിഷൻസിനെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുകയാണ്. കപ്പലുകൾ കടലിൽ ഹാർബറിൽ വന്ന് അടുത്താൽ അവ സ്വന്തമായിട്ട് പവർ ജനറേറ്റ് ചെയ്യുന്ന പരിപാടി നിർത്തണം. അവരുടെ ഡീസൽ എൻജിൻ കത്തിക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് ഷോറിന്ന് പവർ എടുക്കണം. അങ്ങനെ പവർ എടുക്കുവാനുള്ള സൗകര്യമാണ് അവരിപ്പോൾ ഈ പോർട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഇത് യൂറോപ്യൻ യൂണിയൻ്റെ പുതിയ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിനുവേണ്ടി അവർ 180 മില്യൺ, ഏകദേശം 1800 കോടി രൂപയോളം ഡച്ച് ഗവൺമെൻറ് നീക്കിവെച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ടെക്നോളജി കമ്പനി ABB has secured a contract to deliver shoreside shore connection installations, allowing Deem's diverse fleet to avoid emissions when berthed in the port of Vlissingen, the Netherlands. അവിടെ ഹാർബറിൽ വരുമ്പോൾ ഹാർബറിൽ നിന്ന് പവർ എടുക്കണം. അവരുടെ സ്വന്തം എഞ്ചിനുകൾ നിശ്ചലമാക്കിക്കൊണ്ട് ഡീസൽ ജനറേറ്റ് ചെയ്യപ്പെടാതെ പവർ എടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ അവർ വിഭാവന ചെയ്യുന്നത്. A recent study estimated that the European Union would need to triple or quadruple its installed shore power by 2030 to meet the current ambitions of the Fuel EU. യൂറോപ്യൻ യൂണിയൻ്റെ റെഗുലേഷനാണ് ഫ്യൂവൽ EU, മാരിടൈം റെഗുലേഷൻ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ഇൻഫ്രാസ്ട്രക്ചർ റെഗുലേഷൻ. 2030 ഇത്തരത്തിൽ എമിഷൻസ് കുറയ്ക്കണം. കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് കുറയ്ക്കാൻ ഏതൊക്കെ മേഖലകളിൽ അത്തരം പവർ ജനറേഷൻ ഒഴിവാക്കിക്കൊണ്ട് പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള പവർ ഉൽപ്പാദിപ്പിക്കുക, അത് കപ്പലുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഫ്യൂവൽ EU മാരിടൈം റെഗുലേഷൻ. അതനുസരിച്ചിട്ടാണ് ഈ 1800 കോടി രൂപ ഡച്ച് ഗവൺമെൻറ് ഈ വിളിസിഞ്ഞൻ എന്ന് പറയുന്ന പോർട്ടിന് വേണ്ടി നൽകിയിരിക്കുന്നത്. നമുക്കും ഇതൊക്കെ പുതിയ പാഠങ്ങളും പുതിയ ചിന്തകളും ആകേണ്ടതാണ്. നമ്മുടെ പോർട്ടിലും ചെറിയ തോതിലെങ്കിലും ഇത്തരം സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുക്കുന്നുണ്ടാവും. പക്ഷെ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? കഴിഞ്ഞ മന്ത്രി, നമ്മുടെ അഹമ്മദ് ദേവർകോവിൽ മന്ത്രി, ഇടയ്ക്കിടയ്ക്ക് അവിടെ സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തുമായിരുന്നു. പുതിയ മന്ത്രിയുടെ അത്രയും ഒരു ചടുലമായ നീക്കങ്ങൾ കാണുന്നില്ല. അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ ഇടപെടലുകൾ, അന്വേഷണങ്ങൾ സെയിലിംഗ് കമൻട്രി പ്രതീക്ഷിക്കുന്നു.